റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. തൊടുപുഴയിൽ അബു ജോസഫ് മത്സരിക്കും. PJ ജോസഫിന് പകരം മകൻ അബു ജോസഫ് മത്സരിക്കും. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് തലമുറ മാറ്റത്തിനാണ് ഒരുങ്ങുന്നത്. പാർട്ടി സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് അബു നിലവിൽ. PJ ജോസഫ് ഇത്തവണ മത്സര രംഗത്തുണ്ടാവില്ല. അരനൂറ്റാണ്ടിലധികമായി PJ ജോസഫ് മത്സരിച്ച മണ്ഡലമാണ് തൊടുപുഴ. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, അങ്ങനെ അരനൂറ്റാണ്ടോളം മത്സരിച്ച് അടുത്ത ഒരു തലമുറ മാറ്റത്തിന് മകനായി മണ്ഡലം കൈമാറുന്നു അല്ലെ? അബു, പ്രചാരണമൊക്കെ തുടങ്ങിയോ? റോഷ്നി ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടേ ഇല്ല. ഇന്ന് വൈകിട്ട് മാത്രമേ ഔദ്യോഗികമായി പ്രഖ്യാപനം നടക്കുകയുള്ളൂ. കോട്ടയത്ത് വെച്ച് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ചെയർമാൻ PJ ജോസഫ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 5.5 പതിറ്റാണ്ട് നീണ്ട തൊടുപുഴയോടുള്ള ഇത്തരത്തിലുള്ള പാർലമെന്ററി രംഗത്തെ ബന്ധമായിരിക്കാം PJ ജോസഫ് മകന് കൈമാറുക. PJ ജോസഫിന്റെ മകനും പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററുമാണ് അബു ജോസഫ്. അബു കഴിഞ്ഞ 10 വർഷമായി വളരെ സജീവമായി സംഘടനാ രംഗത്ത് PJ ജോസഫിനൊപ്പം ഉണ്ടുതാനും. കഴിഞ്ഞ 2 തവണയും 2016-ലും 2021-ലും PJ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചുക്കാൻ പിടിക്കാനും തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൊടുപുഴക്കാർക്ക് അപരിചിതനല്ല. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം 1970-ൽ തുടങ്ങിയ പടയോട്ടമാണ് തൊടുപുഴയിൽ. അന്നു മുതൽ ഇങ്ങോട്ട് മത്സരിച്ച 12ാമത്തെ മത്സരമാണ് ഇനി ഉണ്ടാകുമായിരുന്നെങ്കിൽ തൊടുപുഴയിൽ നടക്കേണ്ടിയിരുന്നത്. ഇത്രയും തിരഞ്ഞെടുപ്പുകളിൽ 2001-ൽ PT തോമസിനോട് ഒരു തവണ തൊടുപുഴയിൽ, അതും അന്ന് +2 വിവാദമൊക്കെ നടന്ന സമയത്ത് ഉണ്ടായ ഒരു പരാജയം മാത്രമാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മത്സരത്തിൽ ആകെ ഉണ്ടായ പരാജയം. 2 തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു. വിജയം തുടച്ചില്ല 89-ലും 91-ലും. ഏതായാലും അതിനും